ആ എന്നിട്ട് ഞാനവിടെ നേരെ പള്ളിയിൽ പോയി. അവിടെ ചെന്ന് അവരെ കണ്ടത്. ആ എടാ നീ തിരക്കിലാണോ? ആ എടാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാവേ. ആ ശരി. എടോ, തനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലേ. സത്യം പറഞ്ഞാൽ താൻ ഭയങ്കര ലക്കി ആട്ടോ. എടാ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്താ പറയാ, ഞങ്ങൾ സ്കൂൾ മാറിപ്പോയാലും കോളേജ് മാറിപ്പോയാലും ഞങ്ങളുടെ കോൺടാക്ട് ഒന്നും മാറിയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വിശേഷങ്ങളൊക്കെ പറയും, അങ്ങനെയാ. അല്ലേ, അടുത്ത കോൾ വന്നു, ഞാൻ ചെല്ലട്ടെ. ആ അവിടെ പറ. ആഹാ, നീ എത്തിയോ? എടാ, എന്തു പറ്റി? ആകെ ഡള്ളാണല്ലോ. ഏയ് ഇല്ലടാ, ഒന്നുമില്ല. ഏയ് അത് വെറുതെ. നീ ഇങ്ങനെയല്ലല്ലോ. എന്താടാ, എന്താ പറ്റിയേ? ഈ കാര്യം പറയാന്നേ. ഞാൻ ഒരാഴ്ച ക്യാമ്പിലായിരുന്നില്ലേ. ആ ഒരാഴ്ച എനിക്ക് ഫോണൊന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഫോൺ എടുത്തത്. കാരണം ഞാൻ ആരോടും ക്യാമ്പിൽ വന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാരും വിളിച്ചിട്ടുണ്ടാവും, അന്വേഷിച്ചിട്ടുണ്ടാവും, എവിടെ ആടി എന്താടി എന്ന് പറഞ്ഞിട്ട് പൊക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നൊക്കെയാ വിചാരിച്ചേ. പക്ഷെ എന്താ, ആരും എന്നെ വിളിച്ചില്ല, ആരും മെസ്സേജ് അയച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലുള്ള കൺസേണും കാര്യങ്ങളും അവർക്ക് ഇങ്ങോട്ടില്ലായിരുന്നു എന്നുള്ളത്. ഞാൻ അവിടെ ചാറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് ചോദിച്ചുള്ള റിപ്ലൈ മാത്രം അവരുടെ സൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എന്നോട് ഇങ്ങോട്ട് അവരൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ അവർ ആ നിനക്ക് സുഖമാണെന്ന് ചോദിക്കും. ഞാൻ അങ്ങോട്ട് കഴിച്ചു ചോദിക്കുമ്പോൾ ആ നീ കഴിച്ചോ എന്ന് ചോദിക്കും. അല്ലാതെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് മെസ്സേജ് അയക്കാതെ അവരായിട്ട് ഇങ്ങോട്ട് ഒരിക്കലും എന്നെ അന്വേഷിച്ച് മെസ്സേജ് അയച്ചിട്ടില്ല. പെട്ടെന്നൊരു പോയിന്റിൽ ഞാൻ അത് നിർത്തിപ്പോയപ്പോഴും അവരാരും എന്നെ കുറിച്ച് അന്വേഷിച്ചില്ല. അത്രയും ഉണ്ടായിരുന്നത് അവർക്ക് ഞാനില്ല. എടാ, ചില ആൾക്കാർ അങ്ങനെയാ. നമ്മൾ എത്ര അവരങ്ങോട്ട് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്താലും ഇങ്ങോട്ടേക്ക് അത് ഉണ്ടാവണമെന്നില്ല. ആടാ, ആയിരിക്കാം. ചിലപ്പം ഇവളെന്ത് ശല്യമാണെന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ ഓരോ തവണ മെസ്സേജ് കണ്ടിട്ടുണ്ടാവുക. നമ്മളത് തിരിച്ചറിയാൻ വൈകി പോകുന്നതായിരിക്കും അല്ലേ. ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ. നീ ഇങ്ങനെ ഒത്തിരി ഇരുന്ന് ഓവർ തിങ്ക് ഒന്നും ചെയ്ത് വിഷമിക്കാതെ. എടാ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് എല്ലാം എല്ലാം വിചാരിച്ചവർക്ക് നമ്മൾ ആരും അല്ലാന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, സാരല്ല, കുറച്ച് മാറിക്കോളും.